കോൺഗ്രസിനകത്ത് ഈ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചില്ല, എന്നാലും അനൗദ്യോഗികമായിട്ട് നമുക്കറിയാൻ കഴിയുന്നതിലൊക്കെ പലർക്കും അതിനകത്ത് അതൃപ്തിയും ഒക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോഴത്തെ ഒരു ഭരണവിരുദ്ധ വികാരത്തിൽ എതിർത്ത് നിൽക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളാണോ? ചിലരൊക്കെ എം പിമാർ ഇങ്ങോട്ടേക്ക് കേരളത്തിൽ വരാൻ ഒരുങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും സ്ഥിതി? ഇപ്പോൾ തന്നെ അവർ കുറേ നാളുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ 50 സീറ്റ് നേരത്തെ പ്രഖ്യാപിക്കുന്നു. പക്ഷെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ യാത്ര കഴിഞ്ഞാൽ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. പുതുയുഗ യാത്ര കഴിഞ്ഞാൽ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. അതും നടന്നില്ല. ഇപ്പോൾ ഇതാ ഡൽഹിയിൽ പോയി ഒരു 50 അല്ലെങ്കിൽ 60 സീറ്റിലെ കണക്ക് ഞങ്ങളിപ്പോൾ പുറത്തു വിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 60-ൽ 20 സീറ്റ് എന്ന് പറയുന്നത് സിറ്റിംഗ് എം എൽ എമാരാണ്. അപ്പോൾ അതിനകത്ത് പ്രശ്നമില്ല, ആ ലിസ്റ്റ് അങ്ങോട്ട് പബ്ലിഷ് ചെയ്താൽ മതി. പിന്നെ ഒരു 20 സീറ്റ് എന്ന് പറയുന്നത് പ്രമുഖരും പ്രഗത്ഭരുമായ ചിലരാണ്. അവരുടെയാണ് ഇപ്പോൾ ലിസ്റ്റ് ഏകദേശം ഒന്ന് വന്നിരിക്കുന്നത്. അതിൽ കെ മുരളീധരൻ, വട്ടിയൂർക്കാവ് നമുക്ക് ഒക്കെ അറിയാവുന്നതാണ്. പിന്നെ തിരുവനന്തപുരത്ത് VS ശിവകുമാർ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിന് വേണ്ടി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ കൈപ്പത്തി ചിഹ്നമൊക്കെ പലയിടത്തും വരയ്ക്കുകയും ചെയ്തു. CP ജോണിനെ പുറത്താക്കുമെന്നാണ് കേട്ടിരുന്നത്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് CP ജോണിനാണ് ആ സീറ്റ് CMPക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനൊരു വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് നിന്നത് VS ശിവകുമാറാണ്. അപ്പോൾ VS ശിവകുമാറിന് ഇപ്പോൾ അരുവിക്കര കൊടുത്തതോടുകൂടി ശബരിനാഥിൻ്റെ ആഫീസും പൂട്ടി VS ശിവകുമാറിന് അരുവിക്കര കിട്ടുകയും ചെയ്തു. പക്ഷെ ശബരിനാഥും ഈ തിരുവനന്തപുരം സെൻട്രലിൽ നോട്ടം ഇട്ടിട്ടുണ്ട്. ശബരിനാഥും ശരചന്ദ്ര പ്രസാദും ഒക്കെ എല്ലാം ഉണ്ട്. അവര് ഒരു ഗ്യാങ് അവിടെ കൈപ്പത്തിക്ക് അവിടെ മത്സരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതേ പ്രശ്നം അവിടെ നിൽക്കുന്നു. പക്ഷെ എന്നാലും ഇപ്പോൾ തൽക്കാലം VS ശിവകുമാർ ആയിരുന്നു ഏറ്റവും വലിയ കീറാമുട്ടിയായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പം അരുവിക്കര കൊടുത്തോടുകൂടി അതങ്ങ് ഒതുങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൈഷ്ണവ സുരേഷിനെ മുട്ടട വാർഡിലൂടെ കേരളം മുഴുവൻ അറിയിച്ച വാർഡ് കൗൺസിലറിനെ ഇപ്പം നേമത്തേക്ക് ഇടുന്നുണ്ട്. ജെൻസികളുടെ വോട്ട് പിടിക്കാം എന്നുള്ള ഒരു മോഹത്തിലാണ്. അങ്ങോട്ട് മുട്ടട ഉണ്ടാക്കിയ ഒരു തരംഗം നേമത്തുണ്ടാക്കും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതും അങ്ങനെ നിൽക്കുന്നു. അടൂർ പ്രകാശ് അതിനിടയ്ക്ക് വിഷ്ണുനാഥ് PC വിഷ്ണുനാഥ് കുണ്ടറയിൽ അതേതാണ്ട് നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നതാണ്. കാരണം സിറ്റിംഗ് MLA എന്നുള്ള നിലയ്ക്ക് അതിനകത്ത് മാറ്റമില്ല. ഇപ്പം സിറ്റിംഗ് MLA 2 പേരെ ഇല്ലാതുള്ളൂ, രാഹുൽ മാങ്കൂട്ടത്തിലും K ബാബു. ബാക്കി 20 പേരും K ബാബു അനാരോഗ്യ പ്രശ്നമാണ്, കാരണം സ്വയം മാറിയ. അതെ. പിന്നെ ചടയമംഗലമാണ് മറ്റൊന്ന്. ചടയമംഗലത്ത് ചന്ദ്രശേഖർ INTUC നേതാവ് ചന്ദ്രശേഖറാണ് മത്സരിക്കുന്നത്. CPIയുടെ മണ്ഡലമാണ്. CPI അവിടെ വിജയിക്കുന്ന സ്ഥലവുമാണ്. CPIക്ക് വലിയ പരിക്കൊന്നും അവിടെ വരാൻ സാധ്യതയില്ല. വർഷങ്ങളായിട്ട് ചിഞ്ചുറാണി ആയതുകൊണ്ടാണ് എനിക്ക് അതിനകത്തൊരു മത്സരം കടുക്കുമോ എന്നുള്ളത് അല്ലേ. പക്ഷേ ഈ ചടയമംഗലത്ത് നിന്ന് ഒരിക്കൽ പ്രയാറും ജയിച്ചിട്ടുള്ളത്. പ്രയാർ മാത്രമേ അങ്ങനെ ജയിച്ചിട്ടുള്ളൂ. പ്രയാർ ഒരു വ്യത്യസ്തനാണ്. ഈ അടുത്ത കാലത്ത് ഒരു 10-30 വർഷത്തിനിടയ്ക്ക് 10-65 വർഷത്തിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു പ്രയാർ മാത്രമാണ് അവിടെ വിജയിച്ചത്. ബാക്കി ആരും കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചില്ല. പ്രയാർ ഒരു വ്യത്യസ്തനായിട്ട് CPIയോ CPM ആണ് അവിടെ ജയിച്ചിട്ടുള്ളത്. അധികം CPI തന്നെയാണ്. ഈ ചന്ദ്രശേഖരൻ നായരടക്കം പ്രമുഖർ മത്സരിച്ച് ജയിച്ചിട്ടുള്ളതാണ് ആ മണ്ഡലം. അപ്പോൾ അവിടെ ചന്ദ്രശേഖറിന് അത്ര സാധ്യത ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല. പിന്നെ രസകരമായൊരു ഫൈറ്റ് നടക്കാൻ പോകുന്നത് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് പത്തനാപുരത്തേക്ക് വരാനൊരു എളുപ്പ വഴി വന്നിട്ടുണ്ട്. സ്ത്രീ പീഡകനെതിരെ എന്നൊക്കെ പറഞ്ഞ് വരികയാണെങ്കിൽ അവിടെ കുറച്ച് വോട്ട് പിടിക്കാൻ കഴിയുമെന്നാണ്. പണ്ടേ വോട്ട് പിടിക്കുന്ന കാര്യത്തിൽ മിടുക്കനാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ? ഇപ്പൊ അത് ചാൻസ് കൂടുതലുണ്ടെന്നുള്ളതാണ് ചാമക്കാലയുടെ കൂടെ ഉള്ളവരുടെ ഒരു അഭിപ്രായം. ചാമക്കാല പത്തനാപുരം കേന്ദ്രീകരിച്ച് അങ്ങ് അവിടെ തന്നെ നിൽക്കാൻ, അല്ലാതെ തന്നെ ജയിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം കൂനിന്മേൽ കുരു എന്നുള്ള നിലയ്ക്ക് ഗണേഷ് കുമാറിന് ഈ ഗാർഹിക പീഡകൻ എന്നുള്ളൊരു ചീത്തപ്പേരും കൂടെ വെച്ചിട്ട് തനിക്ക് അത് വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന് ജ്യോതികുമാർ ചാമക്കാല കരുതുന്നുണ്ട്. പിന്നെ ബിന്ദു കൃഷ്ണ കൊല്ലത്ത് തന്നെയാണ്. ബിന്ദു കൃഷ്ണയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന്. കൊല്ലം അതൊരു അനുകൂല സാഹചര്യമാണ്. കാരണം മുകേഷ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഡാമേജ് ആണ്. പിന്നെ കോവളത്തെ വിൻസെന്റ് നമുക്കറിയാം, അത് അവിടെ തന്നെ അദ്ദേഹം തന്നെ ആയിരിക്കും, നമുക്ക് സംശയമില്ല. പിന്നെ പൊതുവെ
പുതിയ സ്ഥാനാർത്ഥികളൊന്നും വന്നിട്ടില്ല. അത് യുവാക്കൾക്കും 10 സീറ്റെങ്കിലും വേണമെന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ ആവശ്യപ്പെടുന്നുണ്ട്. അതിന്റെ ഒന്നും കാര്യങ്ങൾ വന്നിട്ടില്ല. ഈ എം പിമാര് കേരളത്തിലേക്ക് 3 എം പിമാര്, 3 എം കെ രാഘവൻ എല്ലാവർക്കും വരണമെന്നുണ്ട്. അതിലിപ്പോ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് കെ സുധാകരനാണ്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അടൂർ പ്രകാശ്, പിന്നെ കൊടിക്കുന്നിൽ സുരേഷ്, പിന്നെ അടുത്തത് ശ്രീ എം കെ രാഘവൻ. പക്ഷേ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇവിടുന്ന് പോയിരിക്കുന്ന എം പിമാര്, കോൺഗ്രസ് എം പിമാരെന്ന് പറയുന്നത് എല്ലാവരും സീനിയേഴ്സാണ്. അവരിവിടെ വന്ന് നിയമസഭയിലേക്ക് എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം മന്ത്രി പദവിക്ക് വേണ്ടി അവർ വരുന്നത്. പിന്നെ ഈ ഇത്ര ഇടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ പലയിടത്തും തട്ടിപ്പോകും. കെ സുധാകരൻ ജയിച്ച കണ്ണൂരില് ഇനിയിപ്പോ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തിയാൽ ജയിക്കാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ്. ഈവൻ കോഴിക്കോട് എം കെ രാഘവൻ മാറിയാൽ വേറൊരാൾ അങ്ങനെ ജയിക്കുമോ? ആറ്റിങ്ങൽ കൊടിക്കുന്നിൽ അടൂർ പ്രകാശ് മാറിയാൽ ജയിക്കുമോ? ഇത് തന്നെയാണ് കൊടിക്കുന്നിലിന്റെ അവസ്ഥ. കൊടിക്കുന്നിലിന് പകരം വേറൊരാൾ വന്നാൽ ചിറ്റയം ഗോപകുമാറിനെ പോലുള്ളവരൊക്കെ വീണ്ടും അവിടെ മത്സരം. എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇനിയിപ്പോ കേന്ദ്രത്തിൽ അവിടെ നിന്നിട്ടൊരു കഥയില്ല, വെറും എം പി ആയിട്ട് ഇങ്ങനെ തുടരാം. അതെ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ മന്ത്രിയെങ്കിലും ആകാം. അടുത്ത തവണ ഇതുപോലെ ചിലപ്പോൾ എം പി ആവാൻ കഴിഞ്ഞെന്നും വരില്ല. തൂത്തുനിർക്കി എം പി ആവാനും അവസരം ഇനി കിട്ടിയെന്ന് വരികയില്ല. അപ്പൊ ഇപ്പൊ കിട്ടുന്ന അവസരത്തിൽ ഒരു മന്ത്രി ആയാൽ അതല്ലേ നല്ലത്. കാരണം ഇനി ഒരു ചാൻസ് ഇതുപോലെ കിട്ടുമോ എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നു അടൂർ പ്രകാശിന് വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കാം. കാരണം അടൂർ പ്രകാശ് കോന്നി MLA ആയിരിക്കുമ്പോഴാണ് 2019 വിളിച്ചുകൊണ്ടുപോയി ആറ്റിങ്ങൽ കൊണ്ടുപോയി നിർത്തിയത്. അടൂർ പ്രകാശ് എത്ര കാലമായിട്ട്, അല്ലെങ്കിൽ ഇവർക്ക് കോന്നി കിട്ടാനും പാടാണ്. അടൂർ പ്രകാശ് ഉണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ 6 മുതൽ ഇങ്ങോട്ട് വിജയിച്ചു വരികയാണ്. അങ്ങനെ ഈ അടൂർ പ്രകാശിനെ ഇങ്ങോട്ട് മാറ്റിയത് കൊണ്ടാണ് അവിടെ ബൈ ഇലക്ഷൻ വന്നു, ജനീഷ് കുമാർ വിജയിച്ചത്. ഇവർ മനഃപൂർവ്വം ഇവരുടെ കയ്യിൽ ഇരുന്ന സീറ്റ്. ഇത്തവണ വേറൊരു പ്രശ്നമുണ്ട്. 1-2 സീറ്റുകളൊക്കെ വളരെ നിർണായകമാകും. ഇത്തവണ 68 ഈ തരത്തിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ താമരയായിരിക്കും നിശ്ചയിക്കുന്നത്. 5-6 സീറ്റാണ്, അല്ലെങ്കിൽ 10 സീറ്റ് വരെ കിട്ടിയാൽ താമരയായിരിക്കും നിശ്ചയിക്കുന്നത് ഇവിടെ ആര് ഭരിക്കണമെന്ന്. ഒന്നെങ്കിൽ അവരുടെ പിന്തുണ, അല്ലെങ്കിൽ അവരുടെ മൗനം അത്യാവശ്യമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. കാരണം ഒരു 30 മണ്ഡലങ്ങളെങ്കിലും ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയും വരുന്നുണ്ട്. അവിടെയൊക്കെ ആര് ജയിക്കുന്നു എന്നുള്ളത്, എല്ലായിടത്തും BJP ജയിക്കണമെന്നല്ല, BJP ജയിക്കാത്ത സ്ഥലങ്ങളിൽ അവിടെ ആര് ജയിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. അതിനെ കൂടെ ആശ്രയിച്ചായിരിക്കും അടുത്ത അസംബ്ലിയുടെ ഭൂരിപക്ഷം നിശ്ചയിക്കാൻ പോകുന്നു. അപ്പോൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരാൻ പോകുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ ഈ 60 സീറ്റിലെ സ്ഥാനാർത്ഥി നിർണ്ണയം എളുപ്പമാണ്. ഇനി ഇത് കഴിഞ്ഞുള്ളതാണ് കഠിനം പൊന്നയ്യപ്പ. എന്തുകൊണ്ടെന്നാൽ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് 10-15 സീറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വനിതകൾ ഇനി രംഗപ്രവേശനം ചെയ്യും. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 60 എന്നുള്ളത് 75ആയി. പിന്നെ അവർക്ക് നിൽക്കുന്ന 250ഓളം വരുന്ന KPCC ഭാരവാഹികൾ, അതുപോലെ തന്നെ വിവിധ മുതിർന്ന നേതാക്കൾ തന്നെ ഇവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് തന്നെ ശരത്ചന്ദ്ര പ്രസാദ് അടക്കമുള്ളവർ പ്രശ്നം ഉന്നയിക്കാനായിട്ട് നിൽക്കുകയാണ്. ഇതെല്ലാം കാണേണ്ടതാണ്. പിന്നെ അമ്പലപ്പുഴ പോലുള്ള മണ്ഡലങ്ങളിൽ ചിലപ്പോൾ G സുധാകരന് പിന്തുണ കൊടുത്താൽ ആ സീറ്റിൽ പിന്നെ ആർക്കും മത്സരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ PK ശശിക്ക് പിന്തുണ കൊടുക്കുകയാണെങ്കിൽ അവിടെയും പിന്നെ ഒരാളെ നിർത്താൻ കഴിയില്ല. അങ്ങനെ കുറച്ച് സ്ട്രാറ്റജിക് ചില സീറ്റുകൾ. ഇവര് കേരള കോൺഗ്രസിന്റെ ചില സീറ്റുകൾ 3 സീറ്റുകൾ എടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ എടുക്കാൻ അവർ സമ്മതിക്കില്ലെന്ന് പറയുന്നു. അത് വേറൊരു ഗ്രാമത്തിൽ ഇനി അടുത്ത് വരാൻ ലീഗുമായിട്ട് സീറ്റ് വെച്ചുമാറലുണ്ട്. അത് എത്രത്തോളം ഒന്നും ആയിട്ടില്ല. ഗുരുവായൂർ മണ്ഡലത്തിൽ ആര്, കോങ്ങാട് ആര്, പട്ടാമ്പി ആര് എന്നൊക്കെ ഇപ്പോഴും. പക്ഷെ ലീഗ് എനിക്ക് തോന്നുന്നു അത് കുറച്ച് കാര്യങ്ങൾക്ക് ഇത്തവണ ഒന്ന് ഫ്ലെക്സിബിൾ ആയി കൊടുക്കും. ലീഗിന്റെ വലിയ പ്രശ്നമില്ല. ലീഗ് അവര് കുറച്ച് വിട്ടുവീഴ്ചകൾ അല്ല, അവര് വഴങ്ങി കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഭരണം കിട്ടണം എങ്ങനെയും. അതാണ് അവരുടെ ലക്ഷ്യം. പിന്നെ അതുപോലെ RSPയും വലിയ ഡിമാൻഡൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. RSPയും ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ട്. RSPയുടെ ശേഷം ഉള്ള സീറ്റിലൊക്കെ അവർ തൃപ്തിപ്പെട്ട് നിൽക്കും. പിന്നെ ഘടകകക്ഷികളുണ്ട്. ഇപ്പം ഇവിടെ നമ്മൾ CMPയുടെ കാര്യം പറഞ്ഞ പോലെ ഒരു സീറ്റേ മിക്കവാറും കൊടുക്കുള്ളൂ. RMPക്ക് ഒരു സീറ്റേ കിട്ടുള്ളൂ. ഫോർവേഡ് ബ്ലോക്കിനൊന്നും കിട്ടാൻ RMPക്ക് വളരെ കൊടുത്തേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ജയിച്ചു വന്നാൽ KK രമ മന്ത്രിയുമാവും, സംശയമില്ല. അതുപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്ക് CMPയുടെ CP ജോൺ ജയിച്ചു വന്നാൽ തീർച്ചയായിട്ടും മന്ത്രിയാണ്. ഫോർവേഡ് ബ്ലോക്കിന് സീറ്റ് കൊടുക്കണ്ടേ അവർക്ക്? അത് അത്ര വലിയ ഒരു
പക്ഷെ ദേവരാജനുണ്ട്. ദേവരാജൻ കുറെ മാത്രമേ ഉള്ളൂ. നാളായിട്ട് വിഷമിച്ച് നിൽക്കുന്ന ഒരാളാണ് ദേവരാജൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സീറ്റ് കൊടുത്തു. ആ, വളരെ താഴ്ന്നു പോയി വോട്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും അവിടെ ചെല്ലമംഗലം വാർഡിൽ മത്സരിച്ചു. അത് അവിടെ തീർച്ചയായിട്ടും അത് കോൺഗ്രസിന് വിജയിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫൈറ്റ് നടത്താൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ തന്നെ ഒരു നേതാവ്, മണ്ഡലം പ്രസിഡന്റൊക്കെ ആയിട്ടുള്ള ഒരാൾ. അദ്ദേഹം പാനിച്ചൽ ജയകുമാർ എന്ന് പറഞ്ഞ റെസിഡൻസ് അസോസിയേഷൻ്റെയൊക്കെ ഒരു ഭാരവാഹിയും കൂടെയാണ്. അദ്ദേഹത്തിന് അവിടെ നിന്നിരുന്നെങ്കിൽ ജയിക്കുമെന്ന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള കരിക്കളൊക്കെ കൂട്ടി എല്ലാം റെഡി ആയതാണ്. അപ്പോഴാണ് ഇവർ പാലം വലിച്ചുകൊണ്ട് ആ ഫോർവേഡ് ബ്ലോക്കിന് കൊടുത്തത്. അതുകൊണ്ട് അവിടുത്തെ പ്രവർത്തകരെല്ലാം വളരെ ന്യൂട്രലായി. അതുകൊണ്ടാണ് ഫോർവേഡ് ബ്ലോക്ക് ഇത്ര താഴെ പോയത്. ഇതൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ വരാനിരിക്കുന്നതാണ്, കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.